മോണ ലിസ, ഒരു ശക്തി, രണ്ട് ശക്തി. സ്വാമി, എന്നാ പിന്നെ പോയേക്കാം. രാവിലെ കടവിനരികിലുള്ള ചോടി ഷോപ്പിലിരുന്ന് മുതലത്തല മുളകിട്ട് കഴിക്കുമ്പോഴായിരുന്നു സ്വാമി ഞങ്ങളെ വിളിച്ചത്. എനിക്കറിയാടാ എന്നെ ഒറ്റ കൊടുത്തത് നീയൊക്കെയാണെന്ന്. ഒറ്റയാക്കിടുന്ന നക്കാപ്പിച്ചക്കാരനെങ്കിൽ നിനക്കൊക്കെ ഞാനത് എന്നെ ട്രാൻസ്ഫർ ചെയ്ത് തന്നേനെ. പക്ഷേ നിന്റെ ഉദ്ദേശം അതല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹൂ സെഡ് ദാറ്റ്? ഞങ്ങളാ ചെയ്തെന്ന് സ്വാമിയോട് ആരാ പറഞ്ഞത്? കൃഷ്ണൻകുട്ടി, പുറത്തൊരു ബാഗ് ഇരിപ്പുണ്ട്, നീ ചെന്ന് അതെങ്കിൽ എടുത്തിട്ട് വാ. പോണോ? ഒടിയാ, നീ ഇതെന്താ കഴിച്ചത്? മുതലത്തല മുളകിട്ടത് 2 പ്ലേറ്റ്. പ്രഡിക്റ്റബിൾ ആയിരുന്നു. കൃഷ്ണൻകുട്ടി, ആ ബാഗും തുറന്നേ. ഓ മൈ ഗോഡ്! കിറുക്കൻ സുരൻ. കോൺസ്റ്റബിൾ സുരൻ? അതെ, കോൺസ്റ്റബിൾ സുരൻ. ബിഫോർ ഡെത്ത് അവൻ കാര്യം പറഞ്ഞു, പക്ഷെ ആരാണെന്ന് മാത്രം അറിയില്ല. ആകെ അറിയാവുന്നത് ഫോൺ നമ്പർ മാത്രം. കൃഷ്ണൻകുട്ടി, പൊട്ടിമോൻ, ഖപ്പർ. നിങ്ങളായിട്ട് പറഞ്ഞാൽ അയാളെ മാത്രം ഞാൻ തീർക്കും. ഇല്ലെങ്കിൽ സ്വാമിയുടെ കത്തി നിങ്ങളോട് സംസാരിക്കും. കേരളത്തിൽ സ്വാമിയെ ചതിച്ചവനും കറുപ്പുടുപ്പിട്ടവനും സമാധാനത്തോടെ ജീവിച്ച ചരിത്രമില്ല. നിങ്ങളാ നമ്പറിൽ വിളിച്ചിട്ട് കാശ് കളയാനൊന്നും നിൽക്കണ്ട. ഒറ്റേതൊരാളല്ല, ഞങ്ങൾ 3 പേരും കൂടാ. ഇനി സംസാരിക്കാൻ പോണ സ്വാമിയുടെ കത്തിന്റെ അടുത്ത് മറുപടി പറയണത് ഞങ്ങളുടെ തോക്കായിരിക്കും.
തൻ്റെ അരയിലെ ഫക്കിങ് കൊച്ചു വിച്ചാത്ത് കണ്ട് പേടിച്ചു പോകുന്നു വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടത് അവളെയാ, ദ ബ്ലഡി ബിച്ച് മൊണാലിസ. താൻ കുറച്ച് നാളകത്ത് കിടക്കൊന്ന് വിചാരിച്ചാ ഒറ്റിയത്. നേരത്തെ ഇറങ്ങുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ കൊന്ന് അവളെയും കൊണ്ട് ഞങ്ങൾ പോയേനെ. പറ, വേർ ഈസ് ഷീ? സ്വാമി, ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലാൻ പോവാ. അതിനു മുമ്പ് ലേറ്റ് പറഞ്ഞു. വേഗം പറ, വേഗം പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അവളെ വിറ്റ് കാശുണ്ടാക്കാൻ. സ്വാമി പറഞ്ഞില്ലേ തന്നെ കൊണ്ട് തല്ലി പറയിപ്പിച്ച് തൻ്റെ നെഞ്ചത്തൊരു ഹോൾ, പറഞ്ഞാ തൻ്റെ തലയൊട്ടിക്കൊരു ഹോൾ. എന്ത് വേണോ തനിക്ക് തീരുമാനിക്കാം. എന്തായാലും ഹോൾ ഉറപ്പായി. എടാ ചോക്ലേറ്റ് മോറന്മാരെ, അവൾ നിന്റെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ കോടികളും ലക്ഷങ്ങളും നിന്റെയൊക്കെ കൈ വന്ന് ചേരും. അത് നീയൊക്കെ എടുത്തൂടെ? ഞങ്ങൾക്ക് കോടികളും ലക്ഷങ്ങളും ഒന്നും വേണ്ട, അവളെ മാത്രം മതി. അവളെൻ്റെ ഗോഡൗണിൽ തന്നെ ഉണ്ട്. നീയൊക്കെ ചെയ്തു തന്നെ ശരി. ചതിയിലൂടെ മാത്രമേ അവളെ സ്വന്തമാക്കാൻ പറ്റൂ. പക്ഷേ അതിൻ്റെ ഉപയോഗം അറിയാത്ത നിനക്കൊന്നും അതുകൊണ്ട് യാതൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് സ്വാമി പറഞ്ഞ ഗോഡോ. ഫിയർ ഉണ്ടോ? എന്തിന്? എനിക്ക് ചെറിയ ഫെയർ ഉണ്ട്. കാരണം പവറുള്ള സാധനമല്ലേ, എന്തെങ്കിലും പണി കിട്ടിയാലും. നമ്മളെന്തിനാ പേടിക്കുന്നേ? നമ്മുടെ ഡാഷ്ബോർഡിൽ തോക്കില്ലേ? അല്ലേ പൊടി പോലെ. നീ അങ്ങോട്ട് പോ, നമുക്ക് ഇങ്ങോട്ട് പോവാം. കണ്ണിൽ പെട്ടു കുത്തിയിരിക്കുന്നു. ആരെങ്ങളൊക്കെ? ആരെയൊക്കെ? അബദ്ധം പറ്റി. നാട്ടിലെ കള്ളനായ സ്വാമി കുറച്ച് കഞ്ചാവ് മരുന്നുകളും ചെടികളും തരാമെന്നും പറഞ്ഞ് മൂപ്പന്റെ കയ്യിൽ നിന്നും 2 അത്ഭുത മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടുപോയി. പക്ഷേ അവർ ചതിച്ചു, ഒന്നും തന്നില്ല. അതിരിക്കുന്ന സ്ഥലം എനിക്കറിയാം. നിങ്ങൾ അതെനിക്ക് എടുത്തുകൊണ്ട് തരണം. സൂക്ഷിക്കണം, അവർ അപകടകാരികളായിരിക്കാം. അത്ഭുത മരുന്ന് കയ്യിലുള്ളപ്പോൾ അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ മരുന്നുകൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. വേണമെങ്കിൽ
സമയം വരെ നമുക്ക് പിടിച്ചു നിർത്താം. എടാ ഇവന്മാര് പറഞ്ഞു കേട്ടില്ലേ, സ്വാമി ചതിച്ചാന്ന്. സാധനം ഇവന്മാരുടെയാന്ന്. അതെങ്ങനെയാ? അത് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ എടുക്കും? അത് ഡേഞ്ചറസ് ആണെങ്കിലോ? അത് പേടിക്കണ്ട. പിടിമാനെ, തോക്കെവിടെ? തോക്ക് ഡാഷ്ബോർഡിൽ. കേട്ടില്ലേ, ഇവര് മൂപ്പം പറഞ്ഞ സ്വാമിയുടെ ആൾക്കാർ. അതെ, ഇവരിനി നമ്മളെന്തെങ്കിലും ചെയ്യുമോ? എന്നാൽ മൂപ്പം പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. അവരുടെ കയ്യിൽ അകപ്പെട്ടു എന്ന് തോന്നിയാൽ ആ മരുന്നുകൾ തുറന്നു വിടുക. ചതിയിലൂടെ മാത്രമേ അവളെ സ്വന്തമാക്കാൻ പറ്റൂ. പക്ഷേ അതിൻ്റെ ഉപയോഗം അറിയാത്ത നിനക്കൊന്നും അതുകൊണ്ട് യാതൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. തുറന്ന ഉടനെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ മരുന്നിൽ നിന്ന് വരുന്ന പുക ശ്വസിച്ച് അരികിൽ നിൽക്കുന്ന എല്ലാവരും മരണപ്പെടും. പിന്നെ നടന്നതെല്ലാം വീണ്ടും സംഭവിക്കും. പക്ഷേ പിന്നീട് ആ മരുന്ന് കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാകില്ല. മോണ ലിസ, ഒരു ശക്തി, രണ്ട് ശക്തി. സ്വാമി, എന്നാ പിന്നെ പോയേക്കാം.